Hi guys, Jamie in 2025 phase 1 in January 23 shift to question number 7 Yes, question is from vector algebra. Ready? Question let the point A divides the line segment joining the points P minus 1, minus 1, 2 and Q 5, 5, 10 internally in the ratio R:1 if O is the origin and OQ dot OA is minus this one is equal to 10, then the value of RS. Okay. This is a lengthy answer, but we will question. Okay. A divides the line segment joining points P. Okay. P minus 1, minus 1, 2. Okay. A and ready. So, P and the yes, minus 1, minus 1, 2. Ready? This P. Q and the 5, 5, 10. It divides internally in the ratio R:1. Okay, R:1 and the ratio and the divide. Ready? And O is the origin. Ready? Then E quantity. Okay, and R okay, the ratio the R:1 ratio divided and OQ dot A minus half into OP cross OQ the whole square is 10. R കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇവന്റെ കോർഡിനേറ്റ് ഞാൻ എന്ത് ചെയ്യാണ് കണ്ടുപിടിക്കുകയാണ്. ഇത് P പറഞ്ഞു അല്ലെ, അതേപോലെ ഇത് Q പറഞ്ഞു അല്ലെ. ഇനി ദ പോയിന്റ് എയുടെ കോർഡിനേറ്റ് നമ്മൾ എന്താക്കാണ് സെക്ഷൻ ഫോർമുല ഉപയോഗിച്ചിട്ട് ആദ്യം തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെക്ഷൻ ഫോർമുല ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാൻ ഐഡിയകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഓക്കെ, എങ്ങനെയാ ശ്രദ്ധിക്കുക. നമുക്ക് ആദ്യം എക്സ് കോർഡിനേറ്റ് അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്, അഥവാ R:5 നോക്കണേ. R:5 അല്ല, അഥവാ 5R. ഓക്കെ, എക്സ് കോർഡിനേറ്റ് ആണ് കിട്ടുന്നത് പ്ലസ് 1 into minus 1 അഥവാ -1 ഡിവൈഡ് ബൈ R+1 എക്സ് കോർഡിനേറ്റ് ആയേ. റെഡി അല്ലേ? ദെൻ ശ്രദ്ധിക്കുക, ഇനി അതേപോലെ തന്നെ R:5 5R minus 1 ഡിവൈഡ് ബൈ R+1. റെഡി അല്ലേ? പിന്നെ R:10 അഥവാ 10R അല്ലെ പ്ലസ് 2 ഡിവൈഡ് ബൈ എന്താണ് R+1. മനസ്സിലായല്ലേ? ഇതാണ് എ എന്ന് പറഞ്ഞ ഈ ചങ്ങാതിയുടെ കോർഡിനേറ്റ്. ഓക്കെ, എയുടെ കോർഡിനേറ്റ് നമുക്ക് എന്താക്കി കിട്ടി. ശരിയല്ലേ? വൺസ് മക്കളെ എയുടെ കോർഡിനേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞാട്ടെ, ഒ എ എന്ന് പറഞ്ഞ വെക്ടർ നമുക്ക് എന്താക്കാം എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, വാട്ട് ഈസ് ഒ എ എന്ന് പറഞ്ഞ വെക്ടർ? ഒ എ എന്ന് പറഞ്ഞ വെക്ടർ വളരെ സിമ്പിൾ ആണ്, ഒന്നുമില്ല, നമ്മൾ IJK ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഒ എ എന്ന് പറയുമ്പോൾ 5R minus 1 ഡിവൈഡ് ബൈ R+1 I അല്ലേ. അല്ലെങ്കിൽ അത് നമ്മൾ കഷ്ടപ്പെട്ട് എഴുതുന്നു വേണ്ട. ഓക്കെ, എന്തിനാണ് ഇപ്പോൾ നമ്മൾ അങ്ങനെ കഷ്ടപ്പെട്ട് വെക്ടർ ഒക്കെ എഴുതുന്നത്? റെഡി? അപ്പോൾ ഒ എ എന്ന് പറഞ്ഞ വെക്ടർ അതിൻ്റെ കൂടെ IJK ഇട്ട് കൊടുത്താൽ കിട്ടുമെന്നുള്ള കാര്യം നമുക്കറിയാലോ, അത് അറിഞ്ഞാൽ മതി. റെഡി? എന്ന് നമുക്ക് ആദ്യം ഫസ്റ്റ് തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് OQ ഡോട്ട് OA അല്ലെ മൈനസ് ഹാഫ് ഇൻറ്റു OP. അപ്പോൾ ഞാൻ ആദ്യം OQ ഡോട്ട് OA ഇതാണ്. അപ്പോൾ വാട്ട് ഇസ് Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5, എന്താണ് 10 ആണ്. ഓക്കെ, അപ്പോൾ OQ ഡോട്ട് OA നമുക്ക് എന്താക്കാം ആദ്യം ഡയറക്റ്റ്ലി എഴുതാം. ഓക്കെ, വാട്ട് ഈസ് OQ ഡോട്ട് OA? ഒന്നുമില്ല, അതിന് നമ്മൾ ഡോട്ട് ചെയ്താൽ മതി. അപ്പോൾ ഡോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ 5 into 5R minus 1 ഡിവൈഡ് ബൈ R+1. ഓക്കെ, അതായത് 5 into 5R minus 1 അഥവാ 25R മൈനസ്, അല്ലെങ്കിൽ നമുക്ക് നോക്കാം. റെഡി? ശ്രദ്ധിക്കുക, തൽക്കാലം നമുക്ക് 5 into 5R minus 1 എഴുതാം. ഓക്കെ, 5 into 5R minus 1 ഡിവൈഡ് ബൈ R+1. ഓക്കെ, പ്ലസ് അടുത്ത എന്താണ്? യെസ്, സിമിലർലി 5 into 5R minus 1 ഡിവൈഡ് ബൈ R+1. ഓക്കെ, പ്ലസ് എന്താണ് 10 into 10R+2 ഡിവൈഡ് ബൈ R+1. ഓക്കെ, 10 into 10R+2 ഡിവൈഡ് ബൈ R+1 എന്ന് വരും. ഇതാണ് OQ ഡോട്ട് OA. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം മക്കളെ, ഇവിടെ നിന്ന് നമുക്ക് കോമൺ ആയിട്ട് 5 ഡിവൈഡ് ബൈ R+1 നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ആര് വരും? 5R minus 1 പ്ലസ് ഇവിടെ അഗെയിൻ 5R minus 1 അല്ലേ, പ്ലസ് ഇവിടെ എന്താണ് 20R plus 2 എന്ന് വരും. ഓക്കെ, സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു അല്ലേ. ഓക്കെ, കാരണം 5 പുറത്തോടെ 2R, അപ്പോൾ 20R പ്ലസ് 2 ആണ് വരിക. അല്ല 20R plus 4 എന്നല്ലേ വരിക. റെഡി അല്ലേ? കാരണം ഇവിടെ 2 ബാക്കിയാണ്, അപ്പോൾ 2 into 2 എന്താണ് 4 എന്ന് വരും. ശരിയല്ലേ? യെസ്. ഓക്കെ, 4 എന്ന് വരും. ഓക്കെ, ലിസൺ. അപ്പം ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് എന്താക്കാം സിംപ്ലിഫൈ ചെയ്തുകൂടെ? 5 ഡിവൈഡ് ബൈ R+1. ഓക്കെ, ഇൻറ്റു 5R plus 5R 10R, അപ്പോൾ 30R എന്ന് വരും. ഓക്കെ, പിന്നെ ഇതാണെങ്കിലോ 4 മൈനസ് 1. ഓക്കെ, പ്ലസ് 2 എന്ന് വന്നു. ഓക്കെ അല്ലേ? അപ്പോൾ OQ ഡോട്ട് OA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OQ ഡോട്ട് AA എന്ന് പറഞ്ഞാൽ 5 ഡിവൈഡ് ബൈ R+1 ഇൻറ്റു 30R plus 2 എന്ന് കിട്ടി. തൽക്കാലം അവൻ അവിടെ നിൽക്കട്ടെ.
റെഡി അല്ലേ? ഇനി അടുത്ത് നമുക്ക് എന്താണ് വേണ്ടത്? ഒ പി ക്രോസ് ഒ എ ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ക്രോസ് ചെയ്യാൻ നമുക്കറിയാലോ. വാട്ട് ഈസ് മോഡുലസ് ഓഫ് ഒ പി ക്രോസ് ഒ എ ആണ് വേണ്ടത്. ഓക്കെ, മോഡുലസ് ഓഫ് ഒ പി ക്രോസ് ഒ എ അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദാറ്റ്? നമുക്കറിയാം ഒ പി ക്രോസ് ഒ എ അല്ലേ, ഐ ജെ കെ എന്ന് നമ്മൾ കൊടുക്കും. ശരിയല്ലേ? ദെൻ ഇനി ഒ പി ക്രോസ് ഒ അല്ലേ വേണ്ട. അപ്പോൾ ആദ്യം ഒ പി എഴുതുന്നു. പി തുടങ്ങിയത് -1 2 ആണ്. ശരിയല്ലേ? -1 അതേപോലെ എന്താണ് 2 ആണ് അല്ലേ? അതേപോലെ തന്നെ ഇവൻ എന്താണ് 5r-1 ഡിവൈഡ് ബൈ r+1. ശരിയല്ലേ? 5r-1 ഡിവൈഡ് ബൈ r+1. ഓക്കെ, ഇതും എന്താണ് 5r-1 ഡിവൈഡ് ബൈ r+1 അല്ലേ? ഇവനും എന്താണ് 5r എന്തായിരുന്നു 10r+2 ഡിവൈഡ് ബൈ എന്താണ് r+1. ഓക്കെ, 10r+2 ഡിവൈഡ് ബൈ എന്താണ് r+1. ഓക്കെ, മക്കളെ ഇത് ക്രോസ് ചെയ്ത് നമുക്ക് ഒരു എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ പോലെ തന്നെ ഈ 1 ഡിവൈഡ് ബൈ r+1 നമുക്ക് എന്ത് ചെയ്യാം? പുറത്ത് വെക്കാം. ഓക്കെ, അല്ലെങ്കിൽ അതിനെ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? കളിക്കണം. ശരിയല്ലേ? 1 ഡിവൈഡ് ബൈ r+1 അല്ലേ? അപ്പോൾ അങ്ങനെ 1 ഡിവൈഡ് ബൈ r+1 ഒക്കെ ഞാൻ പുറത്ത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഇതിനെ ക്രോസ് ചെയ്യാണ് അല്ലേ? അപ്പോൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് i ഇൻറ്റു അല്ലേ, നിങ്ങൾ നോക്കിയാട്ടെ, i ഇൻറ്റു നിങ്ങൾ നോക്കണേ, ഇവിടെ എന്ത് വരും? -10r-2 അല്ലെ, -10r-2 അല്ലെ. പിന്നെ എന്താണ് എഗെയിൻ ഇവിടെ -10r ഓക്കെ +2 എന്ന് വരും. ശരിയല്ലേ? ഇത് മൊത്തം നമ്മൾ എഴുതി കഷ്ടപ്പെടണ്ടോ? ഈ -2 +2 എന്തായിട്ട് പോകും? അത് ക്യാൻസൽ ആയിട്ട് പോകും. എനിവേ നമുക്കിവിടെ -20r എന്ന് വരും. ഓക്കെ അല്ലെ, i ഇൻറ്റു -20r. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. യെസ്, ഇനി -j ഇൻറ്റു നോക്കണേ, അടുത്തത് -10r-2 ഓക്കെ അല്ലെ. പിന്നെയോ ഇതേപോലെ തന്നെയാണ് നമുക്ക് അതും എന്ത് തന്നെയാണ് കിട്ടുക? -20 എന്ന് തന്നെയാണ് കിട്ടുക. ഓക്കെ, ഇനി മക്കളെ +k ഇൻറ്റു ഇവിടെ നിങ്ങൾ നോക്കിയാട്ടെ, -5r+1 -5r+1 ഓക്കെ അല്ലേ. പിന്നെയോ +5r ഓക്കെ +5r -1 ഓക്കെ ഇൻറ്റു k, അഥവാ ഈ ടേം കംപ്ലീറ്റ്ലി എന്തായിട്ട് പോയടാ? 0 ആയിട്ട് പോയി. ശരിയല്ലേ? ഇവിടെ 20r ഉണ്ട്. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണ്? മോഡുലസ് ഓഫ് ഒ പി ക്രോസ് ഒ എ ആണ് നമുക്ക് വേണ്ടത് അല്ലേ? അപ്പോൾ അതിൻ്റെ മോഡുലസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ശ്രദ്ധിക്കുക, 1 ഡിവൈഡ് ബൈ r+1 അവിടെ തന്നെ ഉണ്ടാവും. ശ്രദ്ധിക്കുക, ഇതാണെങ്കിലോ -20r² എന്ന് പറഞ്ഞാൽ 400r². ഓക്കെ, പ്ലസ് 400 എന്ത് വരും? r² അല്ലേ? അപ്പോൾ ഇതാണ് മോഡുലസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? സ്ക്വയർ റൂട്ട് പുറത്തുണ്ടാവും. ഓക്കെ, റെഡി അല്ലേ? പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ അതിൻ്റെ സ്ക്വയർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട? നമുക്കറിയാം വെറുതെ സ്ക്വയർ റൂട്ട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്കിവിടെ ഒരു r+1² കൊടുത്താൽ മതി. റെഡി അല്ലേ? അതിൻ്റെ സ്ക്വയർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ പുറത്തുള്ള 1/r+1 ഞാൻ സ്ക്വയർ ചെയ്യുന്നു അല്ലേ? അപ്പോൾ ഇതിന് നമ്മൾ ആക്ച്വലി സ്ക്വയർ റൂട്ട് ഓഫ് ദി സംതിങ് ആണ്, അത് ഇങ്ങനെയായിട്ട് മാറി. ഓക്കെ, അപ്പോൾ അതായത് മോഡുലസ് ഓഫ് ഒ പി ക്രോസ് ഒ എ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 800r² ഡിവൈഡഡ് ബൈ r+1 ദ ഹോൾ സ്ക്വയർ എന്നായിട്ട് മാറി. റെഡി അല്ലേ? യെസ്. ഓക്കെ, ഇനി മക്കളെ അടുത്ത നമുക്ക് 800r² ഡിവൈഡ് ബൈ r+1 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇത് നമുക്ക് തന്ന ഗിവൺ കണ്ടീഷൻ എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ തന്ന ഗിവൺ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നടാ? ഓക്കെ, എന്തായിരുന്നു തന്ന ഗിവൺ കണ്ടീഷൻ? യെസ്, OQ.OA മൈനസ് 1/5 ഇൻറ്റു മോഡുലസ് ഓഫ് ഒ പി ക്രോസ് ഒ എ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 10. ഓക്കെ, അപ്പോൾ OQ.OA നമ്മൾ എവിടെ കണ്ടുപിടിച്ചിട്ടല്ലോ? യെസ്, 5 ഡിവൈഡ് ബൈ r+1 ഇൻറ്റു 30r+2. ഓക്കെ, 5 divided by r+1 okay into 30r+2 minus 1/5 into okay OP cross OA the whole square നമുക്കറിയാം 800r² divided by r+1 the whole square അല്ലേ 800r² divided by r+1 the whole square അല്ലേ which is equal to അല്ലേ അതന്നെയല്ലേടാ അത് yes 1/5 എന്നുണ്ട് പുറത്തുണ്ട് 1/5 എന്നുണ്ട് മക്കളെ പുറത്തുണ്ട് ഓക്കെ യെസ് ഡൺ റെഡി അല്ലേ യെസ് ഈസ് ഈക്വൽ ടു എന്താ പറഞ്ഞിരിക്കുന്നത് നമ്മൾ 10 എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഓക്കെ ഇനി നമുക്ക് എന്താക്കാം ഇതിന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരമായി റെഡി അല്ലേ അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഞാനൊരു കാര്യം ചെയ്യട്ടെ ഇവിടെ ഞാൻ എന്താക്കാണ് ഇത് 2 അല്ലേ അപ്പോൾ ഞാൻ എന്താക്കാം 2 പുറത്തേക്ക് എടുക്കാമെന്ന് വിചാരിക്കും അപ്പോൾ ഇവിടെ എന്തായാലും 15r പ്ലസ് 1 എന്നായിട്ട് മാറും ഓക്കെ അപ്പോൾ ഇവിടെയോ അപ്പം ഇവിടെ 5 × 2 10 എന്നായിട്ട് മാറും 2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ എന്തിനാ അങ്ങനെ എടുത്തത് ശ്രദ്ധിക്കാം നമുക്ക് കുറച്ചൊരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടി ഈ 8 ക്യാൻസൽ ആയിട്ട് പോയി ശരിയല്ലേ അതേപോലെ തന്നെ ഇവിടെ എന്തുണ്ട് 5 ഉണ്ട് അല്ലേ 1 അല്ലേ 16 എന്നായിട്ട് മാറി മനസ്സിലായില്ലേ അപ്പോൾ ഇവിടെ 15 എന്താണ് r+1 ഓക്കെ ഡിവൈഡ് ബൈ r+1 മൈനസ് എന്താണ് 16r² ഡിവൈഡ് ബൈ r+1 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ് അത് ക്യാൻസൽ ആയല്ലോ ഓക്കെ ഇനി ഞാൻ കംപ്ലീറ്റ്ലി എന്താണ് മക്കളെ സിംപ്ലിഫൈ
ചെയ്യാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ്ലി എന്താണ് ഇതിൻ്റെ ഡിനോമിനേറ്റർ എന്താക്കാണ് സെയിം ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വേണ്ട ഞാൻ കംപ്ലീറ്റ്ലി എന്താണ് r+1 ദ ഹോൾ സ്ക്വയറിനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെ എന്തുവരും പറഞ്ഞിട്ട് r+1 ഇൻറ്റു 15r+1 ഓക്കെ മൈനസ് ഇവിടെയാണെങ്കിലോ 16r² അല്ലെ ഈസ് ഈക്വൽ ടു r+1 ദ ഹോൾ സ്ക്വയർ. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ മതി. ക്ലിയർ ആയില്ലേ. r+1 ദ ഹോൾ സ്ക്വയറിനെ കൊണ്ട് ഞാൻ ലെഫ്റ്റും റൈറ്റും ഒക്കെ എന്താക്കി മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ r ഇൻറ്റു 15r നമുക്കറിയാം എന്താണ് 15r² ഓക്കെ പ്ലസ് r ഇൻറ്റു 1 നമുക്കറിയാം 6 ആണ് അല്ലേ. പിന്നെ എന്താണ് പ്ലസ് 15r ഓക്കെ പ്ലസ് ഇവിടെ എന്ത് വരും 1 ഓക്കെ മൈനസ് ഇവിടെ എന്തുണ്ട് 16r² ഉണ്ട്. ഇനി ഇവിടെ ആണെങ്കിൽ r² പ്ലസ് 2r+1 വരും. ഓക്കെ ഇനി മക്കളെ 15r² മൈനസ് 16r² നമുക്കറിയാം എന്താണ് യെസ് മൈനസ് r² അല്ലേ. പിന്നെ എന്താണ് ഇവിടെ ഈ 1ഉം എന്തായിട്ട് പോയി ക്യാൻസൽ ആയിട്ട് പോയി അല്ലേ. ഇനി r+15r നമുക്കറിയാം എന്താണ് 16r ആണ്. റൈറ്റ് സൈഡിൽ എന്തുണ്ട് 2r ഉണ്ട്. ഓക്കെ ആൻഡ് ആൾസോ റൈറ്റ് സൈഡിൽ ഒരാളും കൂടി ഉണ്ട്, ആരാണ് r² കൂടിയുണ്ട്, r² ഉണ്ട് പ്ലസ് 2r ഉണ്ട്. ഓക്കെ ഇനി നമുക്ക് ഇതിനൊക്കെ എന്താക്കാൻ സിംപ്ലിഫൈ ചെയ്യാം. ഇത് കഴിഞ്ഞാൽ ഇത് 2r² ഓക്കെ മൈനസ് 14r ഇസ് ഈക്വൽ ടു എന്താണ് 0. ഓക്കെ മക്കളെ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് r-നെ എനിക്ക് എന്താക്കാം കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അപ്പോൾ r-നെ കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്താണ് യെസ് 2r മൈനസ് എന്താണ് 14 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ശരിയല്ലേ. അപ്പോൾ r ഇസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ 2r മൈനസ് 14 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി, അഥവാ r ഇസ് ഈക്വൽ ടു 7. റെഡി. പക്ഷേ ക്വസ്റ്റ്യനിൽ പ്രത്യേകം എന്താക്കിയിട്ടുണ്ട്, എടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്താണ് r is strictly greater than 0 അല്ലേ. അപ്പോൾ r is equal to 0 എന്ന് പറഞ്ഞ സാധനം നമ്മൾ റിജക്റ്റ് ചെയ്തു. അപ്പോൾ r is equal to 7 മാത്രമാണ് നമ്മൾ എന്താക്കിയത് ആക്സെപ്റ്റ് ചെയ്തത്. സോ ഓപ്ഷൻ 4 r is equal to 7 is the right answer. ഓക്കെ റെഡി, അത്രയേ ഉള്ളൂ. റെഡി. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദിസ് ക്വസ്റ്റ്യൻ.